കിലുക്കം is a classic Malayalam comedy drama directed by Priyadarshan, starring Mohanlal, Jagadish Srikumaran and Revati in lead heroes. കിലുക്കം എന്ന് പറഞ്ഞ ഒരു മലയാളം ക്ലാസിക് കോമഡി സിനിമയാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ, രേവതി ഒക്കെ നടിയായിട്ടുള്ള. ദ സ്റ്റോറി ഫോളോസ്, ആ കഥ പിന്തുടരുന്നത് ജോജി മോഹൻലാൽ, എ ടൂറിസ്റ്റ് ഗൈഡ് ഇൻ ഊട്ടിയിലൊരു ടൂറിസ്റ്റ് ഗൈഡാണ്. ഹിസ് ഫ്രണ്ട് നിഷാൽ എന്നതിൽ കൊടുത്ത് ജഗതി, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, എ ഫോട്ടോഗ്രാഫർ, അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. ദർ ലിവ്സ് ടേക്ക് എ ഹിലാരിയസ് ടേൺ വെൻ ദേ മീറ്റ് നന്ദിനി. അവരുടെ ദർ ലൈഫ് ടേക്ക് ഹിലാരിയസ് ടേൺ വെൻ ദേ മീറ്റ് നന്ദിനി. അതായത് നന്ദിനെ അവർ കണ്ടുമുട്ടുമ്പോൾ ലൈഫ് വല്ലാത്തൊരു മാറ്റം. ഹിലാരിയസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ, സന്തോഷിപ്പിക്കുന്ന, വല്ലാത്ത, ഇറ്റ് വാസ് എ ഹിലാരിയസ് മൂവി എന്നൊക്കെ പറയാം. ഭയങ്കര സൂപ്പർ സിനിമയായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഞാൻ ആസ്വദിച്ചു എന്നൊക്കെ. അപ്പോൾ വല്ലാത്തൊരു മാറ്റം, സന്തോഷിപ്പിക്കുന്നൊരു മാറ്റം അവരുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. എ മിസ്റ്റീരിയസ് ആൻഡ് സീമിംഗ്ലി മെൻ്റലി അൺസ്റ്റേബിൾ യങ് വുമൺ ഹൂ സഡൻലി അപ്പിയേഴ്സ് ഇൻ ദെയർ ലിവ്സ്. വളരെ നിഗൂഢതയുള്ള, മെൻ്റലി അത്ര സ്റ്റേബിളല്ല എന്ന് തോന്നിക്കാത്ത ഒരു സ്ത്രീ പെട്ടെന്ന് അവരുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. ജോജി റിലക്റ്റൻ്റ്ലി ടേക്സ് ഹെർ ഇൻ, തിങ്കിങ് ഷീ ഈസ് എ നോയ്സൻസ്. ജോജി റിലക്റ്റൻ്റ്ലി ടേക്സ് ഹെർ ഇൻ, വലിയ താല്പര്യമൊന്നുമില്ലാതെ ജോജി അവളെ സ്വീകരിക്കുകയാണ്. തിങ്കിങ് ഷീ ഈസ് എ നോയ്സൻസ്, അവളൊരു ശല്യമാണ്, അടങ്ങാറാവുന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ. ബട്ട് സൂൺ റിയലൈസസ് ഷീ ഈസ് നോട്ട് ആസ് ക്രേസി ആസ് ഷീ സീംസ്. അവൾ കാണുമ്പോൾ കേവലം ഭ്രാന്തിയല്ല എന്ന് പെട്ടെന്ന് മനസ്സിലാവുകയാണ്. ആസ് ദ സ്റ്റോറി അൺഫോൾഡ്സ്, കഥ അങ്ങനെ തുറന്നു വരുമ്പോൾ ഇറ്റ്സ് റിവീൽഡ് ദാറ്റ് നന്ദിനി ഈസ് ആക്ച്വലി ഫ്രം എ വെൽത്തി ഫാമിലി. നന്ദിനി യഥാർത്ഥത്തിലൊരു പൈസക്കാരെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഹാസ് റൺ അവേ ഫ്രം ഹോം, വീട്ടിൽ നിന്ന് ഓടി വന്നതാണ്. ആഫ്റ്റർ ബീയിങ് ഫാൾസ്ലി അക്യൂസ്ഡ് ഓഫ് എ ക്രൈം, ഒരു കൊലയുടെ പേരിൽ തെറ്റായി ആരോപണ വിധേയമായതിനു ശേഷം ഓടിപ്പോകുന്നതാണ്. അതായത് അവൾ ചെയ്യാത്തൊരു കുറ്റം അവരുടെ മേലിൽ അടിച്ചേൽപ്പിച്ച് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞു. ടുഗദർ, ഒരുമിച്ച്, ജോജിയും നിഷാലും ഹെൽപ്പ് ഹർ അൺകവർ ദ ട്രൂത്ത്, ആ സത്യം പുറത്തു കൊണ്ടുവരാൻ അവരെ സഹായിക്കുകയാണ്. ആൻഡ് യുണൈറ്റ് വിത്ത് ഹെർ ഫാദർ, അങ്ങനെ അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് ചേരാനും ഈ പറഞ്ഞ ജോജിയും നിഷാലും സഹായിക്കുകയാണ്. ദ ഫിലിം മാസ്റ്റർഫുള്ളി ബ്ലെൻഡ്സ് ഹ്യൂമർ, ഇമേഴ്ഷൻ ആൻഡ് സസ്പെൻസ്. ഈ സിനിമ വളരെ തന്ത്രപൂർവമായിട്ട്, അല്ലെങ്കിൽ വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെ ഹ്യൂമർ, ഇമോഷൻ, സസ്പെൻസ്, കോമഡി ഇതെല്ലാം കൂടി മിക്സ് ആക്കുന്നുണ്ട്. വിത്ത് മെമ്മറബിൾ ഡയലോഗ്സ്, വളരെ ഓർത്ത് വെക്കുന്ന ഡയലോഗുകൾ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു പോലെ. ആൻഡ് ഐക്കണിക് കോമിക് സീൻസ്, മാസ്റ്റർ പീസ് കോമഡി രംഗങ്ങളൊക്കെ ബിറ്റ്വീൻ മോഹൻലാൽ ആൻഡ് ജഗതിൻ്റെയും മോഹൻലാലിൻ്റെ ഇടയിൽ. ദ മൂവി എൻഡ്സ് ഓൺ എ ഹേർട്ട് വാർമിംഗ് നോട്ട്, വല്ലാത്ത ഒരു മെസ്സേജ് തന്നിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഷോയിങ് ഫ്രണ്ട്ഷിപ്പ്, പരസ്പരമുള്ള സുഹൃത്ത്, ഫ്രണ്ട്ഷിപ്പ്, കമ്പാഷൻ, അനുകമ്പ ആൻഡ് ഹ്യൂമാനിറ്റി ബിയോണ്ട് സെൽഫ് ഇൻട്രസ്റ്റ്, സ്വന്തം താല്പര്യത്തിനപ്പുറത്തുള്ള മനുഷ്യ സ്നേഹം. മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ലാംഗ്വേജ് ബെറ്റർ ചെയ്യുക, അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, ഹിലാറിയസ് മാതിരിയൊക്കെ ഉള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത്.